Hi everyone, welcome to class 8 and NMMS channel. So നമ്മൾ ഇന്ന് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള NMMSന് വരുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർഫസ് വിൽ നോട്ട് റിഫ്ലക്ട് ലൈറ്റ്? സോ നമ്മുടെ ലൈറ്റ് വെളിച്ചത്തിന് അല്ലെങ്കിൽ എന്താണ് പ്രകാശത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രതലമാണ് പ്രകാശം പ്രതിപദിപ്പിക്കാത്തത്, അതായത് റിഫ്ലക്ട് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഓപ്ഷനുകൾ നമ്മൾ നോക്കിയാൽ ബ്ലാക്ക് കോട്ടൺ ക്ലോത്ത്, റെഡ് ഫ്ലോർ ടൈൽ, വയലറ്റ് കാർഡ്ബോർഡ്, സീ വാട്ടർ, അതുപോലെ കറുത്ത പരുത്തി വസ്ത്രം, ചുവന്ന തറ, അതുപോലെ വയലറ്റ് കാർഡ്ബോർഡ്, കടൽ ജലം, ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മൾ എങ്ങനെയാണ് പ്രകാശം പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഒരു വൈറ്റ് സർഫസ് ആണെങ്കിൽ, ഒരു വെള്ള നിറമുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്താൽ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മളുടെ സൺലൈറ്റിൽ, നമ്മൾ കാണുന്ന സൺലൈറ്റിൽ എന്തുണ്ട്? 7 നിറങ്ങളുണ്ട്. നമ്മൾ മഴവില്ല് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ റെയിൻബോയിൽ നമ്മൾ കാണുന്ന നമ്മളുടെ വിബ്ജിയോർ എന്ന് പറഞ്ഞുള്ള 7 കളേഴ്സ് ഉണ്ട്. സോ ഈ 7 നിറങ്ങളെയും 7 കളേഴ്സിനെ ആര് റിഫ്ലക്ട് ചെയ്യും? നമ്മളുടെ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റ് സർഫസ്, വെള്ള നിറമുള്ള ഏതൊരു വസ്തുവും എന്താണ് എല്ലാ കളറിനെയും റിഫ്ലക്ട് ചെയ്യും. ഇനി നമ്മളൊരു ബ്ലാക്ക് ക്ലോത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് കളറുള്ള ഒരു പീസ് എടുത്താൽ, ഇപ്പം നിങ്ങളൊരു പെന്ന്, നമ്മളൊരു ബ്ലാക്ക് കളറുള്ള പെൻ എടുത്താൽ അത് ഒരു കളറിനെയും റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിനൊരു കറുത്ത നിറമായിട്ട് തോന്നുന്നത്. സോ ബ്ലാക്ക് കളർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്താ ചെയ്യുന്നത്? ഒരു കളറിനെയും റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഇനി നമ്മളിപ്പോൾ ഒരു റെഡ് കളറുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്താൽ അതെന്താ ചെയ്യുക? റെഡ് കളറിനെ മാത്രം റിഫ്ലക്ട് ചെയ്യും. നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വൈറ്റിൽ നമുക്ക് എല്ലാ കളേഴ്സും റിഫ്ലക്ട് ആവുന്നുണ്ട്. ബ്ലാക്കിലേക്ക് വരുന്ന കളറുകളൊന്നും എന്ത് ചെയ്യുന്നില്ല? റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ റെഡിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക? റെഡ് നിറം. ഇനി നമ്മൾ വയലറ്റ് കളറുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിലോ വയലറ്റ് കളർ റിഫ്ലക്ട് ചെയ്യും. ഇപ്പം നിങ്ങളൊരു ഗ്രീൻ കളറുള്ള ഒരു പച്ച നിറമുള്ള ഒരു ഇല എടുത്തു എന്ന് വിചാരിക്കുക, അതിലെന്താ സംഭവിക്കുക? ഗ്രീൻ കളർ റിഫ്ലക്ട് ചെയ്യും. സോ ഇതിൽ നമ്മൾ ആൻസർ എന്തായിരിക്കും? കറുത്ത പരുത്തി വസ്ത്രം അല്ല, അതായത് നമ്മുടെ ബ്ലാക്ക് കോട്ടൺ ക്ലോത്തിലായിരിക്കും എന്ത് ചെയ്യുക? ഒരു കളറും റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. സോ നമ്മൾ റെഡ് കളർ ഇത് റെഡ് ആയിരിക്കും, അതുപോലെ വയലറ്റ് ആയിരിക്കും. ഇപ്പോൾ സീം വാട്ടർ നമുക്ക് എന്താണ്, നമ്മൾ ഏത് നിറത്തിലാകണോ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ എന്താണോ കളറൊക്കെ തോന്നുന്നത് അതുപോലെ എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യും. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, ഐ ഈസ് ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് ഓ ഫോംഡ് ബൈ ദ പ്ലെയിൻ മിറർ എം. സോ ഇവിടെ ഒരു എം എന്ന് പറഞ്ഞൊരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട്. സോ ഒബ്ജക്റ്റ് ഓ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, എം എന്ന് പറഞ്ഞൊരു മിറർ വെച്ചിട്ടുണ്ട്. സോ ഓൻ്റെ എന്താണ് ഒബ്ജക്റ്റ് ഇമേജ് ആണ് നമ്മുടെ ഐ, അതായത് ഒരു സമതല ദർപ്പണം എം. എം എന്ന് പറഞ്ഞ സമതല ദർപ്പണം വെച്ചിട്ടുണ്ട്. അതിന് മുന്നിലിരിക്കുന്ന ഒരു വസ്തുവാണ് ഓ, അതിൻ്റെ പ്രതിബിംബമാണ് എന്ത്? ഐ. സോ നമുക്കിവിടെ ഒരു ഓ ഉണ്ട്, അതുപോലെ ഇവിടെ ഐ ഉണ്ട്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? വസ്തുവിൽ നിന്ന് ദർപ്പണത്തിന്റെ ദൂരം 2 സെന്റിമീറ്റർ കൂടി വർദ്ധിപ്പിച്ചു, എം ഡാഷ് ആക്കി. സോ നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് 2 സെന്റിമീറ്ററും കൂടെ നമ്മളുടെ മിറർ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ആഫ്റ്റർ ഇൻക്രീസിങ് ദ ഒബ്ജക്ട് ബൈ 2 സെന്റിമീറ്റർ. സോ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഐ ഡാഷ്? സോ ഐ മുതൽ ഐ ഡാഷ് വരെ എത്ര ദൂരമുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലെറ്റ് സി, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മളുടെ ആദ്യം നമുക്കൊരു മിറർ എടുക്കാം. സോ നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഓ എന്നാണ്, അതുപോലെ ഇതിനൊരു ഇമേജ് ഉണ്ട് ഐ. സോ ഈ കേസിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഡയറക്റ്റ് ആയിട്ടൊരു ദൂരം എടുക്കുകയാണ്. ഞാനൊരു 10 സെന്റിമീറ്റർ ദൂരത്തിൽ എന്ത് ചെയ്തു? നമ്മളുടെ ഒബ്ജക്റ്റിനെ വെച്ചു. അപ്പോൾ നമ്മളുടെ ഇമേജ് എവിടെ ഉണ്ടാവുക? നമ്മൾക്കറിയാം, ഒരു സമതല ദർപ്പണം, ഒരു പ്ലെയിൻ മിറർ ആണെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഇമേജ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് നമ്മുടെ വസ്തു നമ്മുടെ ദർപ്പണത്തിൽ നിന്ന് എത്ര ദൂരത്താണോ അത്രയും ദൂരത്ത് തന്നെ ആയിരിക്കും നമ്മുടെ എന്തുണ്ടാവുക? നമ്മളുടെ ഇമേജ് ഉണ്ടാവുക. സോ ദിസ് വിൽ ആൾസോ ബി 10 സെന്റിമീറ്റർ. സോ ഇനി രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഒബ്ജക്റ്റ് മാറ്റുന്നില്ല അല്ലെ, ഒബ്ജക്റ്റ് അവിടെ തന്നെ വെക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ഈ മിററിനെ എടുത്തിട്ട് ഒരു 2 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് വെച്ചു. ഇതാണ് രണ്ടാമത്തെ കേസിൽ സംഭവിക്കുന്നത്. സോ മിററിനെ എടുത്തിട്ട് ഞാൻ 2 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് വെച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? ഇവിടെ 10 സെന്റിമീറ്റർ ദൂരമുണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. 2 സെന്റിമീറ്റർ, വിച്ച് മീൻസ് നമ്മളുടെ ഒബ്ജക്റ്റ്, നമ്മുടെ വസ്തു എന്തായി? 12 സെന്റിമീറ്റർ ദൂരത്തിലേക്ക് എത്തി. സോ നമ്മളെ ഒബ്ജക്റ്റ് നമ്മൾ മാറ്റുന്നില്ല, മിററിനെ നമ്മൾ 2 സെന്റിമീറ്റർ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇമേജ്, പുതിയ ഇമേജ് ഐ ഡാഷ് എവിടെ ഉണ്ടാവുക? ഐ ഡാഷ്. സോ ഐ ഡാഷ് നമ്മൾ നോക്കിയാൽ അറിയാം, ഇത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ മിററിൽ നിന്ന് 12 സെന്റിമീറ്റർ അപ്പുറത്താണ് നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുക. സോ ഇവിടെയും 12 സെന്റിമീറ്റർ ആയിരിക്കും. അതായത്
നമ്മൾ ഫൈനലി നമ്മൾ ഐയും ഐ ഡാഷും നമ്മളുടെ ദൂരമാണ് നമുക്ക് നോക്കേണ്ടത്. യെസ്. സോ നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ 10, 10, 20 സെന്റിമീറ്റർ അപ്പുറത്തായിരുന്നു ഐ. ഇനി ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ 12, 12, 24 സെന്റിമീറ്റർ അപ്പുറത്താണ് ഐ ഡാഷ്. അതായത് ആദ്യം ഒബ്ജക്റ്റ് വസ്തുവിൽ നിന്ന് നമ്മുടെ പ്രതിബിംബം 20 സെന്റിമീറ്റർ അപ്പുറത്തായിരുന്നു. 10 സെന്റിമീറ്റർ അപ്പുറത്ത് കണ്ണാടി അല്ലെങ്കിൽ മിറർ, ദർപ്പണം, അല്ലെങ്കിൽ അവിടുന്ന് 10 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് നമ്മളുടെ ഇമേജ്. പിന്നെന്താണ്, പിന്നെ 12 സെന്റിമീറ്റർ അപ്പുറത്ത്, രണ്ടാമത്തെ കേസിൽ 12 സെന്റിമീറ്റർ അപ്പുറത്ത് നമ്മളുടെ മിറർ, പിന്നെയും 12 സെന്റിമീറ്റർ. സോ നമുക്കറിയാം ഇവിടെ എത്ര ദൂരം ഉണ്ടാവും, 4 സെന്റിമീറ്റർ ദൂരമുണ്ട്. സോ നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന്, ഒബ്ജക്റ്റ് അവിടെ അനങ്ങാതെ വെച്ചിട്ട് നമ്മുടെ മിറർ അല്ലെങ്കിൽ ദർപ്പണം നമ്മളൊരു 2 സെന്റിമീറ്റർ മൂവ് ചെയ്താൽ നമ്മളുടെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം എന്ത് ചെയ്യും, 4 സെന്റിമീറ്റർ മൂവ് ചെയ്യും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ആൻസർ വിൽ ബി ഓപ്ഷൻ 3 അല്ലേ? യെസ്, ഓപ്ഷൻ 3 4 സെന്റിമീറ്റേഴ്സ്. സോ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ ഒബ്ജക്റ്റ് മാറ്റുന്നില്ല, നമ്മുടെ ദർപ്പണം അതായത് മിറർ ആണ് മാറ്റുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ ആണെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ണാടിയുടെ തൊട്ടടുത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ എന്താണ്, നമ്മളുടെ ഇമേജും കണ്ണാടിയുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന പോലെ, നമ്മൾ ഒരുപാട് ദൂരത്താണെങ്കിൽ അത്രയും ദൂരം അപ്പുറത്ത് നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3. സോ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? ഈ ലബോറട്ടറി തെർമോമീറ്റർ വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ്, അതായത് ഒരു ലാബിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുന്നത്. സോ എബിലിറ്റി ഓഫ് ലിക്വിഡ് ടു കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ്, അതായത് വികസിക്കാനും സങ്കോചിക്കാനുള്ള കഴിവ്, അതുപോലെ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്, അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഫ്ലോട്ട് ഇൻ ലിക്വിഡ്, അതായത് ദ്രാവകത്തിൽ പൊങ്ങി കിടക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ സിങ്ക്, അതായത് താഴ്ന്നു പോകാനുള്ള കഴിവാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ലബോറട്ടറി തെർമോമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച്, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് നമ്മുടെ തെർമോമീറ്ററിലെ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്, സങ്കോചിക്കുന്നു, അല്ലെങ്കിൽ വികസിക്കുന്നു. സോ എന്ത് കഴിവാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനുള്ള കഴിവനുസരിച്ചാണ് നമ്മൾ ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് അളക്കുന്നത്, ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ അളക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ആൻസർ ഇസ് എബിലിറ്റി ഓഫ് ലിക്വിഡ് ടു കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ്, അതായത് സങ്കോചിക്കാനും വികസിക്കാനുള്ള കഴിവനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലിക്വിഡ് തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. സോ ബി എന്താണ്, ഇലക്ട്രിസിറ്റി അല്ല, അതുപോലെ ലിക്വിഡ് ഫ്ലോട്ട് ചെയ്യുന്നതല്ല, അതുപോലെ സിങ്ക് ചെയ്യുന്നതല്ല അല്ലേ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സെലക്ട് ദ SI യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ്. സോ താഴെ തന്നിട്ടുള്ളതിൽ SI യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് SI യൂണിറ്റ് ഏതൊക്കെയാണ്, നമ്മളുടെ SI യൂണിറ്റ്സ്, അതായത് SI ബേസ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. SI ബേസ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ടൈം, ലെങ്ത്, മാസ്, ഇലക്ട്രിക് കറണ്ട്, അതുപോലെ ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. സോ നമ്മളിവിടെ നോക്കിയാൽ നമുക്കറിയാം വാട്ട് തന്നിട്ടുണ്ട്. സോ വാട്ട് അല്ല. അതുപോലെ ആംബിയർ, യെസ്, ആംബിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. സോ നമുക്ക് തന്നിട്ടുള്ളതിൽ വാട്ട് ഒരു പവറിന്റെ യൂണിറ്റ് ആണ്, ആംബിയർ എന്താണ്, നമ്മളുടെ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ്, ശരിയാണ്. സെന്റിമീറ്റർ നമ്മൾ നീളത്തിന്റെ യൂണിറ്റ് ആണ്, പക്ഷേ SI ബേസ് യൂണിറ്റ് ഏതാണ്, മീറ്റർ ആണ് അല്ലേ. സോ സിയും ആൻസർ അല്ല. അതുപോലെ ഡിഗ്രി സെൽഷ്യസ് അല്ല നമ്മുടെ ടെമ്പറേച്ചറിന്റെ എന്താണ്, കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്. സോ നമുക്ക് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി ആംബിയർ ആണ് എന്ത്, നമ്മളുടെ അടിസ്ഥാന ബേസ് ആയിട്ടുള്ള SI യൂണിറ്റ്.